നമസ്കാരം. ഈ വീഡിയോയിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങളെ ആസ്പദമാക്കി പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ട ചില ആത്മീയ സത്യങ്ങൾ ഏവരുമായി പങ്കിടുവാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ആ രണ്ട് വാക്യങ്ങൾ വായിക്കുകയാണ്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാം. ഇത് ലോകത്തിൽ കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി പലവിധമായ ചർച്ചയ്ക്കും പരാമർശനങ്ങൾക്കും വിധേയമായിട്ടുള്ള ഒരു ഭാഗമാണ്. വേദപുസ്തകത്തിലെ മറ്റൊരു ഭാഗവും അറിയാൻ വയ്യാത്ത അക്രൈസ്തവനായ ഒരു വ്യക്തിക്ക് പോലും, പ്രത്യേകിച്ച് അല്പം ചിന്താശക്തിയുള്ളവർ അല്ലെങ്കിൽ അറിവുള്ളവർ, വളരെ വ്യക്തമായി അറിയുന്നൊരു ഭാഗമാണിത്. ഇതിന് ദ ഡോക്ട്രിൻ ഓഫ് ദി അതർ ചീക്ക് എന്നാണ് സാധാരണ ഇത് പരാമർശിക്കപ്പെടുന്നത്. ഇപ്രകാരമുള്ള ഒരു പഠിപ്പീര് ലോകത്തിൽ ചരിത്രത്തിൽ മറ്റാരും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധ ആർജിക്കുന്നതാണ്. എന്നാൽ അപ്രകാരമുള്ളൊരു പരിഗണന ക്രിസ്തീയ ആത്മീയ ഗോളത്തിൽ ഈ ഒരു പഠിപ്പീരിന് ലഭിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നാം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു കിടിലം, ഒരു ഭീതി അനുഭവിക്കും. യേശു ഇതാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, പക്ഷേ ഇതൊരിക്കലും പ്രാവർത്തികമല്ല. ഇതാരെക്കൊണ്ടും ചെയ്യാവുന്ന കാര്യമല്ല. ഒരാളെൻ്റെ ഒരു ചെകിട്ടത്തടിക്കുന്നു, മറ്റേതും കാണിക്കുന്നു, അപ്പോൾ അവൻ അവിടെ അടിക്കുന്നു, പിന്നെ മറ്റേത് അപ്പോൾ ആജീവനാന്തം അടി കൊണ്ടുണ്ടെന്ന് എൻ്റെ മോന്തയ്ക്ക് എന്ത് പറ്റും എന്ന വലിയ ഭീതി കൊണ്ട് നമ്മൾ ഈ ഭാഗം വരുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ച് പിന്നെ മറ്റേ ഒരു സൈഡിലോട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നത് അല്പം അന്വേഷിക്കുന്നത് ഉചിതമാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ ലളിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ പരിമിതമായ ലക്ഷ്യം. നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പഠിപ്പീരിനെ മനസ്സിലാക്കാൻ ഇതിൻ്റെ പിറകിലൊരു ആത്മീയമായ ദർശനമുണ്ട്, ഒരു സ്പിരിച്വൽ വിഷനുണ്ട് എന്നതാണ് ആദ്യമായി നാം തിരിച്ചറിയേണ്ട കാര്യം. യേശുവിൻ്റെ ആത്മീയമായ ദർശനം ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇതും നമുക്ക് ഏകദേശമൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ വ്യത്യാസം എന്തിനു വേണ്ടിയാണെന്നോ അത് ഏതെല്ലാം വിധത്തിൽ വ്യത്യസ്തമായിരിക്കുന്നുവെന്നോ വ്യക്തമായി അന്വേഷിച്ച് മനസ്സിലാക്കാൻ നാം കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വേദപുസ്തക പഠനമോ അല്ലെങ്കിൽ ഞായറാഴ്ച തോറും നമുക്ക് ലഭിക്കുന്ന വചന പ്രബോധനത്തിൽ കൂടെയുള്ള ഒരു ഉദ്യമമോ നടന്നിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഗോളത്തിൽ ഏതാണ്ട് അരനൂറ്റാണ്ട് സജീവമായി നിലകൊണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനെപ്പറ്റി എൻ്റെ സാക്ഷിയായിട്ടെങ്കിലും ഇത് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പുതിയതായ ഒരു അന്വേഷണം ആരംഭിക്കേണ്ട ഒരു വലിയ ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നു. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഒരു ആത്മീയ ദർശനത്തിൽ കൂടെ മാത്രമേ ഇപ്രകാരമുള്ള ഒരു ഉത്ബോധനം അല്ലെങ്കിൽ പഠിപ്പീര് നടത്തുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ആ വ്യത്യസ്തത എന്താണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം ജീവിതത്തിൻ്റെ സാധ്യതകളെ രണ്ട് തട്ടങ്ങളായി കാണാൻ കഴിയണം. ഒന്ന് ഭൗതികമായ തട്ടം, അത് താഴേക്കിടയിലുള്ള തട്ടമാണ്. ഭൂമിയുടെ പരപ്പിൽ അതിങ്ങനെ സംഭവിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിച്ച ലോകത്തെ നയിക്കുന്ന മർമ്മങ്ങൾ, അതിൻ്റെ ഏറ്റവും മാഹാത്മ്യമേറിയതാണ് ഒരു പല്ലിന് പകരം ഒരു പല്ല്, ഒരു കണ്ണിന് പകരം ഒരു പല്ല്. ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ അക്രമവും അതിനോടുള്ള പ്രതികരണവും ഈക്വലാകുക, ദ ഇക്വിവലൻസ് ബിറ്റ്വീൻ ഒഫൻസ് ആൻഡ് പനിഷ്മെൻറ്റ്. അപ്പോൾ അത് ഈ ലോകത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യമാണ്. അങ്ങനെ പോലും സംഭവിക്കാറില്ല. കയ്യൊക്കൊള്ളവൻ കാര്യക്കാരനാണ്. എന്നാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, ലോകത്തിൻ്റെ നിയമമനുസരിച്ച് അല്ലെങ്കിൽ ലോക വ്യവസ്ഥിതി അനുസരിച്ച്
നമുക്ക് പാലിക്കാവുന്ന ഏറ്റവും വലിയ നീതി ഇതാണ്: പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. എന്നാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നാം ആ ഒരു തത്വമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുമ്പോൾ നാം ഇവിടെ മാത്രം തങ്ങിക്കിടക്കുന്നു. മനുഷ്യ അവസ്ഥയുടെ, മനുഷ്യത്വത്തിൻ്റെ സാധ്യതകളുടെ ഒരംശം മാത്രമേ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി ഉള്ളൂ. അല്ലെങ്കിൽ ഹിന്ദു ദർശനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ 2 ഘടകങ്ങൾ: അല്പാത്മൻ, മഹാത്മൻ. മഹത്വീകരിക്കപ്പെട്ട അംശം, എന്നാൽ ലൗകികമായൊരംശം. അപ്പോൾ ലോകത്തിൻ്റെ വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നത് ഈ അല്പാത്മൻ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു തോതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. മാഹാത്മ്യമേറിയ അല്ലെങ്കിൽ ആദർശങ്ങളുടെ പരിശുദ്ധി ആശ്രയിച്ചല്ല ലോകത്തിൻ്റെ വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നതെന്ന് ഏവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ഇന്നുവരെയും പരിശീലിച്ചു വന്നിട്ടുള്ള പ്രവർത്തന രീതികൾ, പ്രതികരണ ശൈലികൾ എല്ലാം നമ്മുടെ പരിമിതമായ മനുഷ്യ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ പരിമിതപ്പെട്ട അവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥിതി നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ വ്യവസ്ഥിതി വരുമ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് അടിച്ചാൽ അതുപോലെ തിരിച്ച് നല്ല ഒരു ചുട്ടയടി തിരിച്ചു കൊടുക്കുന്നതാണ് മിടുക്ക്. അല്ലാത്തവൻ ഭീരുവാണ്, അല്ലെങ്കിൽ ബലഹീനനാണ്, അല്ലെങ്കിൽ ആത്മാഭിമാനമില്ലാത്തവനാണ് എന്നൊരു ധാരണയാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു ചീട്ടത്തടിച്ചാൽ മറ്റേത് കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ഉള്ളിലൊരു വല്ലാത്തൊരു അതൃപ്തി, ഒരു ചലനം, ഒരു അസ്വസ്ഥത നാം അനുഭവിക്കുന്നു. ആ അസ്വസ്ഥത നാം അനുഭവിക്കുന്നതിന് കാരണം നാം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് നാം സൃഷ്ടിച്ച അല്ലെങ്കിൽ മനുഷ്യജാതി സൃഷ്ടിച്ച ലോകത്തിൻ്റെ മർമ്മം എന്ന് നാം പറയുന്ന ആ തത്വമനുസരിച്ചും ആ കാഴ്ചപ്പാടനുസരിച്ചും മാത്രം മനുഷ്യൻ്റെ അവസ്ഥയെ പരിഗണിക്കുകയും അതുകൊണ്ട് എന്ത് അഭികാമ്യമെന്നും എന്ത് സ്വീകരിച്ചുകൂടാ എന്നുമുള്ള ആ പൊതുവെയുള്ള നിയമം അനുസരിച്ച് നാം പ്രവർത്തിക്കണം എന്ന് മാത്രം പരിശീലനം ലഭിച്ച നമുക്ക് അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ പഠിപ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ പോലും ഉള്ളിൽ ഒരു കിടിലമുണ്ടാകുന്നത് ന്യായമാണ്. ആ ഒരു തട്ടത്തിൽ നിന്ന് ഇത് നാം പരിഗണിച്ചാൽ ഇതൊരിക്കലും പ്രാവർത്തികമല്ല എന്ന് മാത്രമേ സത്യസന്ധമായ ഒരു നിഗമനത്തിൽ നമുക്ക് എത്തുവാൻ സാധ്യമാകുകയുള്ളൂ. ലോകത്തിൻ്റെ തട്ടത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ അനുഭവങ്ങളോട് ഇപ്രകാരമുള്ള ഔന്നത്യമുള്ള ആത്മീക മർമ്മങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക അസാധ്യമാണ്. അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കാം, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടയാളല്ല. എന്നാൽ ഇപ്രകാരമുള്ള പ്രതികരണങ്ങൾ സാധ്യമാകുന്ന മറ്റൊരു ഘട്ടമുണ്ട്, മറ്റൊരു തലമുണ്ട്. അത് ഇതിനേക്കാൾ ഉന്നതമായി സ്ഥിതി ചെയ്യുന്ന മനുഷ്യ സ്വഭാവം, ആ സ്വഭാവത്തിൽ കൂടെ ഉടലെടുക്കുന്ന ഒരു വ്യവസ്ഥിതി, അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവരാജ്യം എന്ന സങ്കല്പം യേശു അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഉന്നതമായ രീതിയിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ അറിയുകയും അതിൻ്റെ വരായികൾ സ്പഷ്ടമായി മനസ്സിലാക്കുകയും ദീർഘവീക്ഷണത്തോടുകൂടെ മനുഷ്യൻ്റെ ഓരോ അവസ്ഥയോടും പ്രതികരിക്കണമെന്ന ആ പക്വത പ്രാപിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും, തൻ്റെ ചെകിട്ടത്ത് അടിച്ച വ്യക്തി അവൻ ഈ താഴേക്കിടയിലുള്ള അവസ്ഥയുടെ ഒരു പ്രോഡക്റ്റാണ്. അത് മാത്രമേ അവൻ അറിയുവാൻ, അതായത് അഗ്രഷൻ കൊണ്ട്, ബലപ്രയോഗം കൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടുവാൻ സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ തൻ്റെ മാഹാത്മ്യം മറ്റുള്ളവരെ വിളിച്ചറിയിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ മർമ്മം കൊണ്ട് വിഷലിപ്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും അടിമയുമാണ് ഈ വ്യക്തി. മറ്റുള്ളവരുടെ മുഖത്ത് തല്ലുന്നത് അയാളുടെ വലിയ നേട്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ആ വലിയ മണ്ടത്തരം, അതിൻ്റെ ഇരയാണിവൻ. അപ്പം അങ്ങനെ ബോധമില്ലാത്തൊരു വ്യക്തി, അവനോട് ഞാൻ പ്രതികരിക്കുകയാണ്, അവൻ്റെ ചെള്ളയ്ക്ക് ഞാൻ അടികൊടുത്താൽ അതുകൊണ്ട് എന്ത് നേടാൻ സാധിക്കും? അവനെ കൂടുതൽ
ഈ വ്യവസ്ഥിതിയുടെ ആഴങ്ങളിലേക്ക് മനുഷ്യ സ്വഭാവത്തെ അധപ്പതിപ്പിക്കുകയും മനുഷ്യൻ്റെ അവസ്ഥയെ കൂടുതൽ അർത്ഥശൂന്യമാക്കുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥിതിയുടെ പാഴ്മണിലേക്ക് അല്ലെങ്കിൽ കുഴഞ്ഞ ചേറ്റിലേക്ക് അവനെ കൂടുതൽ ചവിട്ടി താഴ്ത്തുവാനും മാത്രവുമല്ല ഞാൻ അവൻ്റെ തലത്തിലേക്ക് താണു പോകുവാനും മാത്രം ഇത് സഹായിക്കും. രണ്ട് തരത്തിലുള്ള നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ആരെങ്കിലും എന്നെ അടിക്കുമ്പോൾ, ഒരു ചീട്ടത്ത് അടിക്കുമ്പോൾ, അവൻ്റെ ചീടി ഞാൻ തിരിച്ചടിക്കുമ്പോൾ രണ്ട് നഷ്ടമാണ് സംഭവിക്കുന്നത്. ഒന്ന്, എന്നെ അടിക്കുന്നവൻ അവൻ്റെ പരിമിതി അറിയാതെ അവൻ്റെ പാപ്പരത്വം അവൻ്റെ അഭിമാനമാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ അപ്രകാരം ചെയ്തു, ബോധമില്ലാതെ അവൻ ചെയ്തു. ആ അവസ്ഥയിൽ അവൻ കൂടുതൽ താണു പോകത്തക്കവണ്ണം എൻ്റെ പ്രതികരണമായി പോകരുത്. രണ്ട്, ഞാനതിനോട് പ്രതികരിക്കുമ്പോൾ ഞാൻ അവൻ്റെ നിലയിലോട്ട് ഞാനും താണു പോകരുത്. ഈ രണ്ട് കരുതലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അപ്രകാരം കരുതലുള്ളൊരു വ്യക്തിത്വം നമുക്കുണ്ടാകണമെങ്കിൽ നാം ഈ ലോകത്തിൻ്റെ മർമ്മങ്ങൾക്ക് അതീതമായി തീരണം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ മർമ്മത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് ഉത്ബോധിപ്പിക്കുന്നത്. നാം ഈ ലോകത്തിൻ്റെ മർമ്മത്തിന് അനുയോജ്യരായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ യേശു പഠിപ്പിച്ച ഈ ആദർശം, യേശു നൽകിയ ഈ മാനദണ്ഡം ഒരിക്കലും പ്രാവർത്തികമല്ല എന്ന് മാത്രമേ നമുക്ക് നിഗമിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ അത് സാധ്യമാകത്തക്ക ഒരു സാഹചര്യമുണ്ട് എന്ന തിരിച്ചറിവിൽ കൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. ഇനിയും ഇതിൻ്റെ വിശാലമായ തല കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ചിന്തകൾ ഉപസംഹരിച്ചുകൊള്ളാം. നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ അവസ്ഥയോട്, മനുഷ്യ സ്വഭാവത്തോട്, സാംസ്കാരികമായ മൂല്യങ്ങളോട്, രാഷ്ട്രീയമായ നിലപാടുകളോട്, അല്ല ജീവിതത്തിൻ്റെ ആകത്തുകയോട് നമുക്ക് രണ്ട് വിധത്തിൽ പ്രതികരിക്കാൻ സാധിക്കും. ഒന്ന്, അത് അപ്രകാരം തന്നെ നിലനിൽക്കുന്നു, ഇതിന് ഒരു മെച്ചവും വരാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾ ഇതിനകത്ത് തന്നെ സംരക്ഷിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അവിടെ രണ്ട് കാര്യങ്ങൾ സാധ്യമാണ്. ഒന്ന്, കൗശലം കൊണ്ട് ഈ വ്യവസ്ഥയുടെ ഏറ്റവും കൂടുതലായ ആനുകൂല്യങ്ങൾ എനിക്ക് കൈപ്പറ്റാൻ സാധ്യമാണോ? രണ്ട്, കയ്യൂക്കുകൊണ്ട് എന്നെ തന്നെ സംരക്ഷിക്കാൻ സാധ്യമാണോ? എൻ്റെ നിലനിൽപ്പിന് ഈ രണ്ട് സ്ട്രാറ്റജി, ഈ രണ്ട് തന്ത്രങ്ങൾ എനിക്ക് പ്രയോഗിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒന്നിൽ കൗശലം, ആസ് കണ്ണിങ് ആസ് എ ഫോക്സ് നമ്മൾ പറയത്തില്ലേ, കൗശലം. രണ്ട്, കയ്യൂക്ക്. എൻ്റെ ദേഹത്ത് തൊടാതിരിക്കത്തക്കവണ്ണം ഞാനൊരു വലിയ കട്ടായം മറ്റുള്ളവരെ പേടിപ്പിച്ച് വിറപ്പിച്ച് നിർത്തിയാൽ ഞാൻ സെക്യൂറാണ്, ഞാൻ സുരക്ഷിതനാണ്. അതാണല്ലോ അമേരിക്ക ആരും തൊട്ട് കളിക്കരുതെന്നൊക്കെ പറയും. ഇപ്പോൾ പുട്ടിനോട് കളിക്കരുത്, അല്ലെങ്കിൽ ചൈനയോട് കളിക്കരുത്. അതേസമയം ശ്രീലങ്കയോട് കളിക്കാം, പിന്നെ വേണമെങ്കിൽ മാലിയോട് കളിക്കാം, അല്ലെങ്കിൽ ബാംഗ്ലാദേശിനോട് കളിക്കാം. ഇങ്ങനെ കൊച്ചു രാജ്യങ്ങളോട് കളിക്കാം. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനോട് പ്രതികരിക്കുന്ന പോലെ അല്ല ചൈനയോട് പ്രതികരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ കൂടുതലായിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഈ രണ്ട് തത്വങ്ങളാണ്. എന്നാൽ ആ തത്വങ്ങളനുസരിച്ച് മാത്രമേ മനുഷ്യൻ നിർമ്മിച്ച ഈ വ്യവസ്ഥിതിയിൽ ഒരു വ്യക്തിക്ക് കഴിഞ്ഞുകൂടാൻ സാധ്യമാകുകയുള്ളൂ എന്ന് സമ്മതിക്കുന്നു. എന്നാൽ നാം ഇതുവരെയും ചരിത്രത്തിൽ കണ്ട മനുഷ്യൻ നിർമ്മിച്ച ഈ വ്യവസ്ഥിതി അടിസ്ഥാനമിട്ട് നിൽക്കുന്ന മർമ്മങ്ങൾ അത് ദൈവികമല്ല, അത് മനുഷ്യന് പോലും നല്ലതല്ല. മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിൽ പോലും മനുഷ്യന് പോലും ഉതകുന്നതല്ല, പ്രത്യേകിച്ച് മനുഷ്യത്വത്തിന് ഉതകുന്നതല്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് അതീതമായ, ഇതിൽ നിന്ന് ഔന്നത്യമുള്ള മർമ്മങ്ങളെ ആസ്പദമാക്കി ഒരു ജീവിത രീതി നിർമ്മിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് സഹായിപ്പാൻ ദൈവികമായ വെളിപ്പാട്, സഹായം നമുക്ക് ലഭ്യമാണ്. അത് ചരിത്രത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് യേശു വന്നത്. അങ്ങനെ വരുമ്പോൾ നാം ആദ്യമൊക്കെ ആ ഒരു പുതിയ
വ്യവസ്ഥിതി, അതായത് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന പദപ്രയോഗത്തിൽ കൂടെ വെളിപ്പാട് പുസ്തകം വിഭാവന ചെയ്യുന്ന ആ വളരെ വ്യത്യസ്തമായ ലോക വ്യവസ്ഥിതി, ലോകഘടന, ലോക യാഥാർത്ഥ്യങ്ങൾ, ദ ടോട്ടൽ സ്കീം ഓഫ് തിങ്സ്, അതിൻ്റെ പിറവിക്ക് വേണ്ടി അധ്വാനിക്കാനായി വിളിക്കപ്പെട്ടവരാണ് യേശുവിൻ്റെ അനുയായികൾ. അതുകൊണ്ട് ഞാൻ വ്യക്തമായി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പർവ്വത പ്രസംഗത്തിൽ യേശു ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ആണെന്ന് പറയുന്നവർ മണ്ടന്മാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ദൈവരാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി ദൗത്യബോധത്തോടെ ദൈവികമായ അച്ചടക്കത്തിൽ പ്രവർത്തിക്കുവാൻ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നവർ, അവർ പാലിക്കേണ്ട അച്ചടക്കമാണിത്. അങ്ങനെ അവർ ഇപ്രകാരമുള്ള ഭൗതികമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അപമാനവും അക്രമവും നഷ്ടവും ഒക്കെ സഹിച്ച് അരിഷ്ടതയിൽ ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഈ ഭൂമിയിൽ തന്നെ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുന്നു. ഇവിടെ ഒരു പീസബിൾ കിങ്ഡം ഉണ്ടാകുന്നു. സിംഹവും ആടും ഒരുമിച്ച് വസിക്കുന്ന ആ ഒരു ദർശനമുണ്ടാകുന്നു. അവിടെ ആരും ആരുടെയും ചെകിട്ടത്തടിക്കുകയില്ല. ആത്യന്തികമായ മനുഷ്യൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം എവിടെയാണ് കിടക്കുന്നത്? ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റൊരു ചെകിടിൽ വെച്ച് കീച്ചുന്നതിലല്ല, പിന്നെയോ ആരും ആരുടെയും ചെകിട്ടത്ത് ഒരിക്കലും ഒരു കാരണവശാലും അടിക്കത്തില്ല എന്ന ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കുന്നതിൽ മാത്രമേ മനുഷ്യൻ്റെ സമാധാനവും സുരക്ഷിതത്വവും സുനിശ്ചിതമാക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന ആത്യന്തികമായ ദൈവികമായ പരിജ്ഞാനമാണ് ഈ വാക്കുകളിൽ തിളങ്ങി നിൽക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാതെ യേശുവിൻ്റെ വാക്കുകളുടെ അക്ഷരികമായ അർത്ഥം കൂട്ടി മെടഞ്ഞ് ഇതിൻ്റെ ആശയം മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതാണ് നാളിതുവരെയുള്ള എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ഞാൻ നിങ്ങളുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നു. നിങ്ങൾ ദയവായി യേശുവിൻ്റെ പഠിപ്പീരുകളുടെ സമാഹാരമായ ഈ പർവ്വത പ്രസംഗമെന്ന് പറയുന്ന മത്തായിയുടെ സുവിശേഷം 5, 6, 7 വാക്യങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന അതുല്യമായ നിധി, ഇത് ലോകത്തിലുള്ള ചിന്താശക്തിയുള്ള എല്ലാവരെയും എക്കാലത്തും ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ടോൾസ്റ്റോ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ 3 ചാപ്റ്റേഴ്സ്, പ്രത്യേകിച്ച് 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിൽ 8-10 വാക്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നാണ്. വായിക്കാം, അതിമനോഹരമായ പുസ്തകം. അത് ഇപ്പോൾ യേശുവിൻ്റെ ഓരോ വാക്കുകളിലും ഓരോ പ്രസ്താവനകളിലും അടങ്ങിയിരിക്കുന്ന ആശയഗാംഭീര്യം എത്ര വലുതാണ് എന്ന് ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൊണ്ട് അറിയാൻ താല്പര്യമില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പാപ്പരത്വം എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ, ഈ ദൗത്യത്തിൽ നിരന്തരമായി പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്.